മൂന്നാം യൂണിറ്റിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നിവയാണ് പരിചയപ്പെട്ടത്. ഈ യൂണിറ്റിൽ മുഖ്യമായും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പലതരം ഗ്രാഫുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ്. കൂടാതെ ഡെറിവേഷൻസും ചോദിക്കാറുണ്ട്. നമുക്കാദ്യം പൊസിഷൻ ടൈം ഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊസിഷൻ ടൈം ഗ്രാഫ് നിങ്ങൾക്ക് ഏറെ പരിചിതമാണ്. അത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വസ്തുവിൻ്റെ ചലനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചലന സ്വഭാവത്തെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുൾ ടൂളാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. സാധാരണഗതിയിൽ എക്സ് ആക്സിസിൽ, ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ സമയവും വൈ ആക്സിസിൽ പൊസിഷനും രേഖപ്പെടുത്തിയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. കാരണം അതിൻ്റെ എക്സ് ആക്സിസിൽ ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ വൈ ആക്സിസിൽ പൊസിഷനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഈ ഗ്രാഫിൽ സൂചിപ്പിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എവിടെയാണെന്ന് നോക്കൂ. അറ്റ് വെരി ബിഗിനിങ് it was 40 meter away from the reference point. ഇനി 10 സെക്കൻഡ് കഴിയുമ്പോഴോ നോക്കൂ, ഇപ്പോഴും ഇതിൻ്റെ പൊസിഷൻ 40 മീറ്റർ തന്നെയാണ് എന്നാണ് ഗ്രാഫിൽ നിന്നും വ്യക്തമാകുന്നത്. 20 സെക്കൻഡ് കഴിഞ്ഞാലും അതേ അകലത്തിലാണ്, 30 സെക്കൻഡ് കഴിയുമ്പോഴും അതേ അകലത്തിൽ തന്നെയാണ്. അതായത് ഈ ഗ്രാഫ് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് സമയം മുന്നോട്ട് നീങ്ങുന്നുവെങ്കിലും വസ്തുവിൻ്റെ പൊസിഷൻ തുടക്കത്തിൽ എവിടെയായിരുന്നുവോ അവിടെ തന്നെ നിൽക്കുന്നുവെന്നാണ്. അതിനർത്ഥം there is no change in position with respect to time. അതായത് the object is at rest. അതായത് ഇവിടെ നാം കാണുന്നത് റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇനി ആ ഗ്രാഫിൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കൂ. ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. മാത്രവുമല്ല ടൈം ആക്സിസിന്, എക്സ് ആക്സിസിന് പാരലലായാണ് ആ ഗ്രാഫ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രാഫ് ഡു നോട്ട് ഹാവ് സ്ലോപ്പ്. അതിന് സ്ലോപ്പില്ല. അപ്പോൾ നമുക്ക് പൊതുവായി എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ് ആക്സിസിന് അഥവാ ടൈം രേഖപ്പെടുത്തിയുള്ള ആക്സിസിന് പാരലലായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, എക്സ് ആക്സിസിന് പാരലലായിരിക്കും, അഥവാ സ്ലോപ്പ് 0 ആയിരിക്കും. ഇനി തിരിച്ചു പറഞ്ഞാലോ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ടൈം ആക്സിസിന് പാരലൽ ആണെങ്കിൽ ആ ഓബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ. ഇനിഷ്യലി വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഓബ്ജക്റ്റ്? വ്യക്തമാണ്. വെൻ ടൈം t = 0 പൊസിഷൻ ഈസ് ഓൾസോ 0. തുടക്കത്തിൽ ഇതിൻ്റെ പൊസിഷൻ 0-യിലാണ്. ഇനി 2 സെക്കൻഡ് കഴിയുമ്പോഴോ? 2 സെക്കൻഡ് കഴിയുമ്പോഴുള്ള സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ നിന്ന് പൊസിഷൻ കണ്ടെത്തുന്നതെന്ന്. ഇപ്പോൾ നമുക്കിവിടെ 2-ാം സെക്കൻഡിലെ പൊസിഷനാണ് അറിയേണ്ടത്. അപ്പോൾ 2-ൽ നിന്നും ഗ്രാഫിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, നോർമൽ വരച്ചു. ആ നോർമൽ ഗ്രാഫിൽ ടച്ച് ചെയ്ത ബിന്ദുവിൽ നിന്ന് വൈ ആക്സിലേക്ക് നോർമൽ വരച്ചു. അപ്പോൾ ആ നോർമലിൻ്റെ ഫൂട്ട് വന്ന് പതിക്കുന്നത് 5-ലാണ്. അഥവാ 2-ാം സെക്കൻഡിൽ ഓബ്ജക്റ്റ് 5 മീറ്റർ ഡിസ്റ്റൻസിലാണ്, 5 മീറ്റർ അകലത്തിലാണ്. ഇനി 4 സെക്കൻഡ് കഴിയുമ്പോഴോ നോക്കൂ, 4-ാം സെക്കൻഡിൽ ഓബ്ജക്റ്റിന്റെ സ്ഥാനം 10 മീറ്ററിൽ എത്തിയിട്ടുണ്ട്. 6-ാം സെക്കൻഡിലോ അത് 15 മീറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, റെസ്റ്റിലല്ല, അഥവാ വെലോസിറ്റി 0 അല്ല. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഈ ഓബ്ജക്റ്റ് ഓരോ തുല്യ ഇടവേളകളിലും ഡിസ്പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് ഒരേ ഡിസ്റ്റൻസ് ആണ്. നോക്കൂ, ആദ്യ 2 സെക്കൻഡിൽ 0-ൽ നിന്ന് 5-ലെത്തി, അതായത് 5 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. 2-ാം സെക്കൻഡ് മുതൽ 4-ാം സെക്കൻഡ് വരെയുള്ള അടുത്ത 2 സെക്കൻഡിലും ഡിസ്പ്ലേസ്മെന്റ് 5-ൽ നിന്ന് 10-ലേക്കാണ്. ദാറ്റ് ഈസ് 5 യൂണിറ്റ് തന്നെ. ഇനി 4-ാം സെക്കൻഡ് മുതൽ 6-ാം സെക്കൻഡ് വരെയോ ഡിസ്പ്ലേസ്മെന്റ് 10-ൽ നിന്ന് 15-ആയി. അഥവാ this object displaces equal distances in equal interval of time. That means
ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. അതായത് ഈ ഗ്രാഫിൽ സൂചിപ്പിക്കുന്ന ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ്. ഇനി ആ ഗ്രാഫിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ. ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. മാത്രവുമല്ല, നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഗ്രാഫിന് സ്ലോപ്പ് ഉണ്ട് താനും. എക്സ് ആക്സിസിന് പാരലൽ അല്ല, എക്സ് ആക്സിസുമായി ചെരിഞ്ഞാണ് ആ ഗ്രാഫ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മാത്രവുമല്ല, അതിന് സ്ലോപ്പ് ഉണ്ടാകും. എക്സ് ആക്സിസുമായി ചെരിഞ്ഞായിരിക്കും ആ ഗ്രാഫ് കടന്നു പോവുക. ഇനി തിരിച്ചു പറഞ്ഞാലോ, ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവുകയും അതിന് സ്ലോപ്പ് ഉണ്ടാവുകയും ചെയ്താൽ ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലായിരിക്കുമെന്നും പറയാൻ കഴിയും. ഇനി നമുക്ക് മറ്റൊരു ഗ്രാഫ് നോക്കാം. ഒരു കാറിന്റെ ചലനവുമായി ബന്ധപ്പെട്ട പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രാഫ് പരിശോധിച്ചാൽ മനസ്സിലാകുന്നുണ്ട്, തുടക്കത്തിൽ ഈ ഒബ്ജക്റ്റ് 0th പൊസിഷനിലായിരുന്നു. ഏകദേശം ഒരു 8-9 സെക്കൻഡ് നേരത്തേക്ക് ഇതിന്റെ സ്പീഡ് വർദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം, അതായത് ഒരു 9 സെക്കൻഡിന് ശേഷം ഏതാണ്ട് 20 സെക്കൻഡ് വരെ ഗ്രാഫ് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അഥവാ 9ാം സെക്കൻഡ് മുതൽ ഒരു 20ാം സെക്കൻഡ് വരെ ഒരേ സ്പീഡിലാണ് കാർ സഞ്ചരിക്കുന്നത്. തുടർന്ന് 20ാം സെക്കൻഡിന് ശേഷം നിങ്ങൾ നോക്കൂ, 20ാം സെക്കൻഡിന് ശേഷം ഗ്രാഫ് ഓൾമോസ്റ്റ് എക്സ് ആക്സിന് പാരലലാണ്. അഥവാ ആ സമയത്ത് ഒബ്ജക്റ്റ് റെസ്റ്റിലാകുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രാഫിൽ സൂചിപ്പിക്കുന്ന വസ്തു യൂണിഫോം മോഷനിലല്ല. ചില സമയത്ത് സ്പീഡ് വർദ്ധിക്കുന്നുണ്ട്, ചില സമയത്ത് ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നിശ്ചലാവസ്ഥയിലുമാകുന്നുണ്ട്. അപ്പോൾ ഇത് യൂണിഫോം മോഷനിലല്ല. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുക? ഒരു ഒബ്ജക്റ്റ് നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ ഗ്രാഫ്, അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിയാൽ അതിൽ നിന്നും ആ വസ്തുവിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഗ്രാഫുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു ചോദ്യം ഇവിടെ പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടർത്ഥത്തിലാണ്. പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം, അതോടൊപ്പം നാം പഠിച്ച ഗ്രാഫ് സംബന്ധമായി കുറച്ചുകൂടി ആശയങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. നോക്കൂ, സി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ്. തുടർന്ന് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വെൻ ഡിഡ് ദ ഒബ്ജക്റ്റ് ബിഗിൻ ടു മൂവ്? എപ്പോഴാണ് ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന, ഗ്രാഫിൽ സൂചിപ്പിക്കുന്ന വസ്തു ചലനം ആരംഭിക്കുന്നതെന്നാണ്. അപ്പോൾ ഗ്രാഫ് കണ്ടാൽ അറിയാം, 0th സെക്കൻഡ് മുതൽ 4th സെക്കൻഡ് വരെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനുമാണ്, എക്സ് ആക്സിന് പാരലലുമാണ്. അഥവാ 0th സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് 10 മീറ്റർ അകലത്തിലാണ്, 2ാം സെക്കൻഡിലും അതേ അകലത്തിൽ തന്നെയാണ്, 4ാം സെക്കൻഡിലും 10 മീറ്റർ അകലത്തിൽ തന്നെയാണ്. അഥവാ 0 സെക്കൻഡ് മുതൽ 4th സെക്കൻഡ് വരെ ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നില്ല, റെസ്റ്റിലാണ്. ചോദ്യം, എപ്പോഴാണ് ഇത് ചലനം ആരംഭിക്കുന്നതെന്നാണ്. എപ്പോഴാണ് ചലനം ആരംഭിക്കുന്നത്? എപ്പോഴാണോ പൊസിഷൻ മാറി തുടങ്ങുന്നത് അപ്പോഴാണ് ചലനം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4th സെക്കൻഡ് മുതലാണ് ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നതായി ഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം അറ്റ് 4th സെക്കൻഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ദ പാത്ത് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ഡ്യൂറിങ് 12 സെക്കൻഡ്സ്? നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു 4th സെക്കൻഡ് വരെ വസ്തു 10 മീറ്റർ ദൂരത്തിലിരിക്കുക. എന്നിട്ടോ 4ാം സെക്കൻഡ് മുതൽ 8ാം സെക്കൻഡ് വരെയുള്ള സമയത്ത് ഗ്രാഫിലേക്ക് നോക്കൂ, 4th സെക്കൻഡിൽ 10 മീറ്റർ അകലത്തിലാണ് ഒബ്ജക്റ്റ്, 8ാം സെക്കൻഡിൽ 25 മീറ്റർ അകലത്തിലാണ്. അഥവാ 4 മുതൽ 8 വരെയുള്ള ടൈമിൽ 10ൽ നിന്ന് 25ലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം കൊണ്ട് അതിനുണ്ടാകുന്ന ഡിസ്റ്റൻസ്, അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 15 മീറ്റർ ആണ്. ഇനി നോക്കൂ, 8ാം സെക്കൻഡ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? അത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുക. അഥവാ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ 8ാം സെക്കൻഡ് മുതൽ 12ാം സെക്കൻഡ് വരെയുള്ള സമയത്ത് ഒബ്ജക്റ്റ്
25 മീറ്റർ അകലെ നിന്നും 0യിലേക്ക് എത്തുന്നു. ചോദ്യം 12 സെക്കൻഡ് കൊണ്ട് ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 15 + 25 = 40 മീറ്റർ എന്നാണ് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ദെൻ? ഈ സമയത്ത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഏത് സമയത്ത്? 12 സെക്കൻഡ് കൊണ്ട് ഈ ഓബ്ജക്റ്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്നാണ്. നോക്കൂ, തുടക്കത്തിൽ ഈ ഒബ്ജക്റ്റ് 10ലായിരുന്നു. ഫൈനലി ഇത് നിൽക്കുന്നത് 0യിലാണ്. അതായത് 12ാമത്തെ സെക്കൻഡിൽ ഇതിൻ്റെ y കോർഡിനേറ്റ് 0 ആണ്. ദാറ്റ് ഈസ് 12ാമത്തെ സെക്കൻഡിൽ ഇത് 0യിൽ എത്തിയിട്ടുണ്ട്, റെഫറൻസ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്താ ഫോർമുല? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0 - 10 = -10 മീറ്റർ. അപ്പോൾ 12 സെക്കൻഡ് കൊണ്ട് കല്ലിനുണ്ടായ ഓബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് -10 മീറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം 8 സെക്കൻഡ് ടു 12 സെക്കൻഡ്? 8ാം സെക്കൻഡ് മുതൽ 12ാം സെക്കൻഡ് വരെ കല്ലിന്റെ ഡിസ്റ്റൻസ് എത്ര, അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എത്ര? 8ാം സെക്കൻഡിൽ ഓബ്ജക്റ്റ് എവിടെയാണ്? 25 മീറ്റർ അവേ ഫ്രം റെഫറൻസ് പോയിന്റ്. 12ാം സെക്കൻഡിലോ? റെഫറൻസ് പോയിന്റിൽ. സോ ഡിസ്റ്റൻസ് ഈസ് 25. സൈൻ എഴുതേണ്ട ആവശ്യമില്ല. 25 മീറ്റർ അകലത്തിൽ നിന്നും ഇവിടെ 0th ലൊക്കേഷൻ വന്നിരിക്കുന്നു. ഡിസ്റ്റൻസ് 25 എന്ന് കിട്ടുന്നു. ഇനി അവസാനം വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം 8 സെക്കൻഡ് ടു 12 സെക്കൻഡ്? 8ാം സെക്കൻഡ് മുതൽ 12ാം സെക്കൻഡ് വരെ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഫൈനൽ പൊസിഷനിൽ നിന്നും ഇനിഷ്യൽ പൊസിഷൻ കുറച്ചാൽ മതി. ദെൻ ഇനിഷ്യലി ഇറ്റ് വാസ് അറ്റ് 25 മീറ്റർ away from reference points. Finally, it is at reference points. Then displacement is equal to 0 - 25 is equal to -25. ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. പലപ്പോഴും പൊസിഷൻ ടൈം ഗ്രാഫ് ആ വസ്തു സഞ്ചരിച്ച പാത്ത് എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ച് ഉത്തരത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ നീല നിറത്തിൽ കൊടുത്തിട്ടുള്ള ആ ലൈൻ വസ്തു സഞ്ചരിച്ച പാത്തല്ല, അത് പൊസിഷൻ ടൈം ഗ്രാഫാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വെലോസിറ്റിയാണ് അടുത്ത ഭാഗം. വെലോസിറ്റി കണക്കാക്കാൻ നമുക്കറിയാം, അതും നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വെലോസിറ്റി വി നോ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈമിനെയാണ് വെലോസിറ്റി എന്ന് പറയുക. ഇക്വേഷനായി പറഞ്ഞാൽ x2 - x1 / t2 - t1. നോക്കൂ, നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. 1 ഡയമെൻഷൻ മോഷനിലുള്ള ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൊസിഷനും അതാത് സമയങ്ങളും അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, when t = 0, position is equal to 0. After 1 second, position 2. After 2 seconds, position 8. 3-ാം സെക്കൻഡിൽ 18-ലെത്തി, 4-ാം സെക്കൻഡിൽ 32-ലെത്തി. ഇതെല്ലാം SI യൂണിറ്റിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ മീറ്ററും സെക്കൻഡുമാണ് അവിടെ പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളോട് ഈ വസ്തുവിൻ്റെ വെലോസിറ്റി കാണാൻ പറഞ്ഞു എന്ന് കരുതുക. ശ്രദ്ധിക്കുക, ഈ വസ്തു യൂണിഫോം മോഷനിലാണോ? അല്ല. എന്താ കാരണം? നോക്കിയാൽ അറിയാം, ആദ്യത്തെ 1 സെക്കൻഡിൽ ഇത് 2 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത 1 സെക്കൻഡിൽ, അതായത് 1-ാം സെക്കൻഡ് മുതൽ 2-ാം സെക്കൻഡ് വരെയുള്ള ആ ടൈം ഇടവേളയിൽ 8 - 2 6 മീറ്റർ ആണ് ഇതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഇതിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്. ഇനി 2-ാം സെക്കൻഡ് മുതൽ 3-ാം സെക്കൻഡ് വരെയോ? ആ 1 സെക്കൻഡിൽ 18 - 8 10 മീറ്റർ ആണ് സഞ്ചരിക്കുക. അതായത് ഈ ഓബ്ജക്റ്റ് തുല്യ സമയങ്ങളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് യൂണിഫോം മോഷനിലുള്ള വസ്തുവല്ല. ഇതിൻ്റെ വെലോസിറ്റി അതുപോലെ സ്പീഡ് ഓരോരോ സമയങ്ങളിൽ വ്യത്യസ്തമാണ്. ഏതായാലും നമുക്ക് വെലോസിറ്റി കാണാം. നോക്കൂ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 32 - 0 / 4 - 0.
ദാറ്റ് ഈസ് 32/4 ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഈ വസ്തുവിൻ്റെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എന്താണ് ഇതിനർത്ഥം? ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഓരോ സെക്കൻഡിലും 8 മീറ്റർ എന്ന നിരക്കിൽ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. അഥവാ ഓരോ സെക്കൻഡിലെയും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 8 മീറ്ററാണ്. നമുക്ക് ആ പട്ടിക ഒന്നുകൂടി നോക്കാം, ആ ടേബിൾ ഒന്നുകൂടി നോക്കാം. യഥാർത്ഥത്തിൽ ഈ വസ്തു ഒരു സെക്കൻഡിൽ 8 മീറ്റർ സഞ്ചരിക്കുന്നുണ്ടോ, അതോ അതിൽ കൂടുതലാണോ? നോക്കൂ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ആദ്യത്തെ ഒരു സെക്കൻഡിൽ 2 മീറ്ററാണ് സഞ്ചരിച്ചത്. ഇനി അടുത്ത ഒരു സെക്കൻഡിലോ, അതായത് 1-ാം സെക്കൻഡ് മുതൽ 2-ാം സെക്കൻഡ് വരെയോ, 2-ൽ നിന്ന് 8-ലെത്തി 6 മീറ്റർ. അതായത് അപ്പോഴത്തെ അതിൻ്റെ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 2-ാം സെക്കൻഡ് മുതൽ 3-ാം സെക്കൻഡ് വരെയോ, ഡിസ്പ്ലേസ്മെൻറ്റ് 18 - 8 10 ആണ്. അപ്പോൾ 10/1 ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലായ എന്താ, ഓരോ സെക്കൻഡിലും ഇതിൻ്റെ വെലോസിറ്റി വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഈ 8 മീറ്റർ പെർ സെക്കൻഡ് എന്നത് എന്തായിരുന്നു? അതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഓരോ സമയത്തും കണക്കാക്കിയ ഈ വെലോസിറ്റികളെല്ലാം ഓരോരോ സമയ ഇടവേളകളിലെ ടൈം ഡ്യൂറേഷനിൽ ഉണ്ടായ വെലോസിറ്റിയാണ്. അഥവാ നമുക്ക് ലഭിച്ചത് ആവറേജ് വെലോസിറ്റിയാണ്. ഒരു ടൈം ഇൻ്റർവെല്ലിൽ ആ വസ്തുവിനുണ്ടായ വെലോസിറ്റിയാണെന്നർത്ഥം. അതായത് ആ സമയ ഇടവേളയിൽ ഓരോ നിമിഷവും അതിന് വ്യത്യസ്തങ്ങളായ വെലോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുക ആവറേജ് വെലോസിറ്റിയാണ്. അതുപോലെ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, പാത്ത് ലെങ്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് സ്പീഡല്ല, നമുക്ക് ആവറേജ് സ്പീഡാണ് കിട്ടുക. പലപ്പോഴും ഇത്തരത്തിലുള്ള ആവറേജ് വെലോസിറ്റി വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ ചിത്രം നമുക്ക് നൽകണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു കല്ല് തറയിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞ് തിരിച്ച് തറയിൽ വന്ന് പതിച്ചു എന്ന് കരുതുക. ഇതിൻ്റെ മുഴുവൻ ജേണിയും പരിഗണിച്ച് അതിൻ്റെ വെലോസിറ്റി നാം നേരത്തേതുപോലെ കണക്കാക്കിയാൽ 0 എന്നാണ് ഉത്തരം കിട്ടുക. കാരണം തറയിൽ നിന്നും മുകളിലേക്ക് ഉയർന്ന് തിരിച്ചു വരുന്ന കല്ലിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ 0/ടൈം ഈക്വൽ ടു 0 എന്ന് കിട്ടും. മുകളിലേക്ക് ഉയരുകയും താഴേക്ക് വരികയും ചെയ്ത ഈ കല്ലിൻ്റെ വെലോസിറ്റി 0 എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുള്ളതായി, അവ്യക്തതയുള്ളതായി തോന്നുന്നില്ലേ? താഴെ തറയിൽ അനങ്ങാതിരുന്ന കല്ലിൻ്റെ ഇതേ സമയത്തെ പ്രവേഗവും 0 തന്നെയായിരുന്നു, ഓർക്കുക. അതായത് നിശ്ചലാവസ്ഥയിരുന്ന കല്ലിൻ്റെ വെലോസിറ്റിയും 0, മുകളിലേക്ക് ഉയർന്ന് തിരിച്ച് തറയിൽ വന്ന് പതിച്ച വസ്തുവിൻ്റെ വെലോസിറ്റിയും 0 എന്ന് പറയുന്നതിൽ അനൗചിത്യമുണ്ട്, അഥവാ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചലിക്കുന്ന വസ്തുക്കളുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻസ്, അതായത് ഒരു പർട്ടിക്കുലർ മൊമെന്റിലെ ഒരു നിശ്ചിത സമയത്തെ വെലോസിറ്റിയെയാണ് നാം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന് താഴേക്ക് പതിച്ച കല്ലിന് ഓരോരോ സമയങ്ങളിൽ ഓരോരോ വെലോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ നിമിഷത്തിലും അതിനുള്ള വെലോസിറ്റിയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണക്കാക്കാൻ കഴിയുക? നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ആ ഗ്രാഫ് നോക്കൂ, അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതിനർത്ഥം ഈ വസ്തുവിൻ്റെ വെലോസിറ്റി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ്. അതായത് നോൺ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണിത്. ഇവിടെ ഈ ഗ്രാഫ് ഉപയോഗിച്ച് 1-ാം സെക്കൻഡ് മുതൽ 4-ാം സെക്കൻഡ് വരെയുള്ള ടൈം ഡ്യൂറേഷനിലെ ഇതിൻ്റെ വെലോസിറ്റി കണ്ടിരിക്കുന്നത് കാണുക. വെലോസിറ്റി കാണാൻ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ഇൻ്റർവെലാണ് നമുക്കറിയാം. അപ്പോൾ 1-ാം സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷൻ
0.4 ആണ്. 4 സെക്കൻഡിൽ പൊസിഷൻ 4ഉമാണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 4 മൈനസ് 0.4 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 1.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ എന്താണ് 1.2 മീറ്റർ പെർ സെക്കൻഡ്? 1 മുതൽ 4 വരെ ടൈം ഇൻ്റർവെലിൽ ഈ വസ്തുവിൻ്റെ ആവറേജ് വെലോസിറ്റിയാണിത്. ഇനി 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി കണ്ടാലോ? അതിനവിടെ ചുമന്ന ഡോട്ട് ലൈൻ ഉപയോഗിച്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാഫ് നോക്കിയാൽ കാണാം. അപ്പോൾ 2 സെക്കൻഡിലെ പൊസിഷൻ എന്ന് പറയുന്നത് 0.9 മീറ്ററും 3 സെക്കൻഡിലെ പൊസിഷൻ എന്ന് പറയുന്നത് 1.7 മീറ്ററുമാണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1.7 മൈനസ് 0.9 ബൈ 1 ഈക്വൽ ടു 0.8 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ ഈ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റി 0.8 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഒന്നുകൂടി എടുത്തിട്ടുണ്ട്, നോക്കൂ. 2.3 സെക്കൻഡ് മുതൽ 2.7 സെക്കൻഡ് വരെ. നമ്മൾ ഓരോ കേസിലും ടൈം ഇൻ്റർവെൽ കുറച്ചാണ് കൊണ്ടുവന്ന് ശ്രദ്ധിക്കുക. ആദ്യം 3 സെക്കൻഡിലെ ആവറേജ് വെലോസിറ്റി, രണ്ടാമത് കണ്ടത് 1 സെക്കൻഡിലെ ആവറേജ് വെലോസിറ്റി. ഇപ്പോൾ നമ്മൾ കാണുന്നത് നോക്കൂ, 2.3 ടു 2.7. നോക്കൂ, ഗ്രാഫിൽ കറുത്ത ഡോട്ട് ലൈൻ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. 2.3 സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ 1 ആണ്. അതുപോലെ 2.7 സെക്കൻഡിൽ പൊസിഷൻ 1.3 ആണ്. ദെൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1.3 മൈനസ് 1 ബൈ 0.4 ഈക്വൽ ടു 0.75 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഈ കിട്ടിയത് നമുക്കറിയാം 2.3 സെക്കൻഡ് മുതൽ 2.7 സെക്കൻഡ് വരെയുള്ള ടൈം ഡ്യൂറേഷനിലെ വെലോസിറ്റിയാണ്. ഇതും നമുക്കറിയാം ഒരു മൊമെൻറ്റിലെ വെലോസിറ്റി അല്ല, ഒരു ഇടവേളയിലെ വെലോസിറ്റിയാണ്. ഇനി നമുക്കറിയാം ഗ്രാഫിൽ നിന്ന് ഇതിനേക്കാൾ കുറഞ്ഞ ഇടവേളയിലെ വെലോസിറ്റി നമുക്ക് കണ്ടെത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് വെലോസിറ്റി കണക്കാക്കി നോക്കാം. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, x is equal to 3t². അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും ടൈമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് x is equal to 3t². നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ വ്യത്യസ്ത ടൈം ഇൻ്റർവെലുകളിലെ ആവറേജ് വെലോസിറ്റി കണ്ടു നോക്കാം. ഫസ്റ്റ്, വെൻ ടി ചേഞ്ചസ് ഫ്രം 2 to 3, അതായത് 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള സമയത്ത് ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി കാണാം. ഈ ഇക്വേഷനിൽ ടിക്ക് 2 കൊടുക്കുമ്പോൾ x is equal to 12 എന്ന് കിട്ടുന്നുണ്ട്. 3 കൊടുക്കുമ്പോൾ 27 എന്നാണ് കിട്ടുക. 3 × 3², 9 × 3 27. അഥവാ 2 സെക്കൻഡിൽ 12 മീറ്റർ അകലത്തിലായിരുന്നെങ്കിൽ 3 സെക്കൻഡിൽ ഇത് 27 മീറ്റർ അകലത്തിലായിരുന്നു. സോ ചേഞ്ച് ഇൻ പൊസിഷൻ ഈസ് 27 മൈനസ് 12, 15 മീറ്റർ. ടൈം ഡ്യൂറേഷൻ 1 സെക്കൻഡ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ഈക്വൽ ടു 15/1 ഈക്വൽ ടു 15 യൂണിറ്റ്സ്, അല്ലെങ്കിൽ 15 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആ ടൈം ഡ്യൂറേഷൻ അല്പം കുറയ്ക്കാം. വെൻ ടി ചേഞ്ചസ് ഫ്രം 2 to 2.5, 2 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെ. ഇക്വേഷനിൽ ടിക്ക് 2 കൊടുക്കുമ്പോൾ പൊസിഷൻ 12, 2.5 കൊടുക്കുമ്പോൾ പൊസിഷൻ 18.75. അഥവാ 2 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെ ഒബ്ജക്റ്റിനുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 12ൽ നിന്ന് 18.75ലേക്ക്. ദെൻ ചേഞ്ച് ഇൻ പൊസിഷൻ 6.75. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 6.75 by 0.5 ഈക്വൽ ടു 13.5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത് നോക്കൂ, വെൻ ടി ചേഞ്ചസ് ഫ്രം 2 to 2.1 സെക്കൻഡ്, അതായത് 2 സെക്കൻഡ് മുതൽ 2.1 സെക്കൻഡ് വരെയുള്ളൊരു ചെറിയ ഇടവേളയിലെ വെലോസിറ്റി. വീണ്ടും നമ്മൾ ഇക്വേഷനിൽ വാല്യൂ കൊടുത്തു, പൊസിഷൻ കണ്ടു. 12ൽ നിന്ന് 13.23ലേക്കാണ് ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്തത്. വെലോസിറ്റി ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1.23 by 0.1 ഈക്വൽ ടു 12.3 എന്ന് കിട്ടുന്നു. ഒരിക്കൽ കൂടി അവസാനമായി ചെയ്യാം. വെൻ ടി ചേഞ്ചസ് ഫ്രം 2 to 2.01 സെക്കൻഡ്സ്, അതായത് 0.01 സെക്കൻഡ് സമയത്തെ വെലോസിറ്റിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ പൊസിഷൻ 12ൽ നിന്നും 12.1203ലേക്ക് മാറുന്നു. അതുകൊണ്ട് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.1203 ഡിവൈഡഡ് ബൈ 0.01 ഈക്വൽ ടു
12.03 എന്ന് കിട്ടുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്ക് അവസാനം ലഭിച്ച ഈ വെലോസിറ്റി ഉണ്ടല്ലോ 12.03 എന്ന് പറയുന്ന വെലോസിറ്റി, അത് ഒരു പർട്ടിക്കുലർ മൊമെന്റിലെ വെലോസിറ്റി ആണോ? അല്ല. എന്താണത്? 2 സെക്കൻഡ് മുതൽ 2.01 സെക്കൻഡ് വരെയുള്ള ഒരു ഡ്യൂറേഷനിലാണ്. നമുക്കറിയാം 0.1 എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഒട്ടും അകലത്തിലല്ല 2.01. പക്ഷേ പ്രായോഗികമായി ഇതൊരു നിമിഷത്തിലെ വെലോസിറ്റി ആണെങ്കിലും തിയററ്റിക്കലി ഇപ്പോഴും ഇതെന്തല്ല, ഒരു പർട്ടിക്കുലർ മൊമെന്റിലെ വെലോസിറ്റി അല്ല, ഇത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ല. അപ്പോൾ ചോദ്യം വരുന്നത്, നമ്മളിങ്ങനെ ടൈം ഡ്യൂറേഷൻ കുറച്ച് വരുമ്പോഴും അപ്പോഴും ചെറുതാണെങ്കിൽ പോലും എന്തുണ്ട്, ഒരു ഡ്യൂറേഷനാണ് വരിക, ഒരു ടൈം ഇൻ്റർവൽ വരുന്നു. അപ്പോൾ ഈ ടൈം ഇൻ്റർവൽ എത്രയായി കുറയുമ്പോഴാണ്, എത്രയിലെത്തുമ്പോഴാണ് നമുക്കതിനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാൻ കഴിയുക, ഒരു പർട്ടിക്കുലർ മൊമെന്റിലെ വെലോസിറ്റി എന്ന് പറയാൻ കഴിയുക എന്നതാണ് ചോദ്യം. അതിന് ഉത്തരമായി നമുക്ക് പറയാൻ കഴിയുക ഡെൽറ്റ ടി ഷുഡ് ബി വെരി വെരി സ്മോൾ ആസ് പോസിബിൾ, സാധ്യമാകാവുന്നതിൻ്റെ ഏറ്റവും ചെറുതാവുക എന്നാണ്. മാത്തമെറ്റിക്കലി നമ്മളത് പറയുക ടെൻസ് ടു 0, നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം 0 ആയിക്കൂടാ, പക്ഷേ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി വെരി നിയറർ ടു 0 ആയാൽ നമുക്ക് ആ വെലോസിറ്റിയെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. അതായത് വെലോസിറ്റി കാണുന്നത് ചേഞ്ച് ഇൻ പൊസിഷനെ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ടൈം ഇൻ്റർവെൽ കുറഞ്ഞു 0യോട് വളരെ വളരെ അടുക്കുകയാണെങ്കിൽ ആ സമയത്തെ വെലോസിറ്റിയെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കാം. പക്ഷെ പ്രശ്നം പ്രായോഗികമായി ഇതെങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇത്തരം സമവാക്യങ്ങളിൽ ഇങ്ങനെ വാല്യൂ കൊടുത്തോ അതല്ലെങ്കിൽ ഗ്രാഫ് ഉപയോഗിച്ചോ നമുക്കെന്ത് കഴിയില്ല, 100% പെർഫെക്റ്റായ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതായത് ഒരു നിശ്ചിത സമയത്തെ വെലോസിറ്റി കാണാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ എത്തുന്നത് ഗണിതശാസ്ത്രമാണ്, മാത്തമെറ്റിക്സ് ആണ്. എങ്ങനെയാണ് മാത്തമെറ്റിക്സ് നമ്മളെ സഹായിക്കുന്നത് നോക്കാം. ഇത്തരത്തിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ x is equal to 3t² പോലെയുള്ള പൊസിഷനും ടൈമും സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ഇക്വേഷനെ ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷന് വിധേയമാക്കിയാൽ മതി. അതായത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തിയാൽ അത് ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ആയിരിക്കുമെന്നാണ്. തന്ന ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അഥവാ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അപ്പോൾ കിട്ടുന്നതെന്തോ അത് ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ആയിരിക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഡിഫറൻസിയേഷൻ എന്ന മാത്സ് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒന്നാണ്. നിങ്ങൾക്കിത് പഠിക്കാനുണ്ട്. മാത്സിൽ നിങ്ങൾ ഈ വർഷം തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് വർഷ അവസാനത്തിൽ എത്തുമ്പോഴാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലടക്കം തുടർന്ന് ചില ചാപ്റ്ററുകളിലൂടെ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ അടിസ്ഥാന ആശയങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ നമുക്കാവശ്യമുള്ളത് മാത്രം പഠിക്കാം. ഡിഫറൻഷ്യൽ കാൽക്കുലസുമായി ബന്ധപ്പെട്ട് ഫിസിക്സിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ള കാര്യം ഇവിടെ നമുക്കൊന്ന് വിശദീകരിക്കാം. അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് മാത്സ് പഠിക്കുമ്പോൾ പഠിച്ചുകൊള്ളും. നമ്മുടെ വിഷയം ഇതായിരുന്നു. നമുക്ക് ഒരു ഇക്വേഷൻ കൈവശമുണ്ട്, പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാൻ ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി, അല്ലെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തറിയണം? ഒരു ഇക്വേഷനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നറിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇക്വേഷൻ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. x is equal to 3t². ഇത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും സമയവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഇക്വേഷനാണ്, നമുക്കറിയാം. ഇതിൽ ടിക്ക് വാല്യൂ കൊടുത്താൽ ഓരോ സമയത്തും ഈ ഒബ്ജക്റ്റ് എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും.
ഉദാഹരണത്തിന് ഇതിനകത്ത് ടിക്ക് 1 കൊടുത്തു, നമുക്ക് എന്ത് കിട്ടും? എസ് ഈസ് ഈക്വൽ ടു 3 × 1 സ്ക്വയർ 3. ദാറ്റ് ഈസ് ആഫ്റ്റർ 1 സെക്കൻഡ് ഇറ്റ് വിൽ ബി 3 മീറ്റർ അവേ ഫ്രം റെഫറൻസ് പോയിന്റ്. ടിക്ക് 3 കൊടുത്തു, 3 × 3 സ്ക്വയർ 9 × 3 27. ദാറ്റ് ഈസ് ഈ ഓബ്ജക്റ്റ് ഏതുമാകട്ടെ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് റെഫറൻസ് പോയിന്റിൽ നിന്നും 27 മീറ്റർ അകലത്തിലായിരിക്കും. ചലിക്കുന്ന വസ്തു എന്ന നിലയിൽ ഈ വസ്തുവിന് എന്തുണ്ടാകും? ഈ പറയുന്ന ഓരോ നിമിഷത്തിലും ഓരോ വെലോസിറ്റി ഉണ്ടാകും. ആ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എസ് ഈസ് ഈക്വൽ ടു 3t² എന്ന ഇക്വേഷൻ സൂചിപ്പിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ 1-ാം സെക്കൻഡിലെ വെലോസിറ്റി എത്ര, 3-ാം സെക്കൻഡിലെ വെലോസിറ്റി എത്ര? നമ്മൾ പറയുന്നു അത് കാണാൻ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് എഴുതുകയാണ്. നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു 3t² എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു പൊതുവായ രൂപം എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ, y ഈക്വൽ ടു k × x⁻n എന്നെഴുതി. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷന് സമാനമായ ഇക്വേഷനാണ്. എക്സിന് പകരം y എന്ന് കൊടുത്തു, 3യുടെ സ്ഥാനത്ത് k എന്ന് കൊടുത്തു, ടിക്ക് പകരം x എന്ന് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ടി ഒരു വേരിയബിൾ ആണ്, ടി മാറുന്നതിനനുസരിച്ച് എസ് മാറും. 3ഉം 2ഉം ഓരോ സംഖ്യകളാണ്, നമ്പറുകളാണ്, അഥവാ കോൺസ്റ്റൻസ് ആണ്. അതിന് പകരം നമ്മൾ എന്തെഴുതി? എക്സ് എന്നൊരു വേരിയബിൾ, എക്സ് മാറുമ്പോൾ അതിനനുസരിച്ച് വൈയുടെ വാല്യൂ മാറുന്നു. കെ, എൻ എന്നിവ ഓരോ നമ്പറുകളാണ്, എന്തെങ്കിലും നമ്പർ, പോസിറ്റീവോ നെഗറ്റീവോ എന്തുമാകാം. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് y ഈക്വൽ ടു k × x⁻n എന്നൊരു ഇക്വേഷൻ തന്നാൽ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്, dy/dx, അത് വായിക്കുന്നത് dy/dx, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ഈക്വൽ ടു എന്താണ് ചെയ്യേണ്ടത് നോക്കൂ. ആ ഇക്വേഷനിൽ x എന്ന വേരിയബിളിന് മുൻപ് ഒരു കോയിഫിഷ്യൻ്റായി k കിടക്കുന്നുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് ചെയ്യാൻ എന്ത് ചെയ്യണം? കോയിഫിഷ്യൻ്റ് ഏതെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ k എന്ന കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ആ കോയിഫിഷ്യൻ്റ് എടുത്ത് എഴുതി, ഇൻറ്റു അടുത്തെന്ത് എഴുതിയിരിക്കുന്നു നോക്കൂ, തന്ന ഫംഗ്ഷനിൽ വേരിയബിളിൻ്റെ പവറായി വന്നിരിക്കുന്ന സംഖ്യ എടുത്ത് എഴുതുക, ഇൻറ്റു n, ഇൻറ്റു ഏതാണോ അവിടുത്തെ വേരിയബിൾ എക്സ് ആണ് വേരിയബിൾ, എക്സ് എഴുതി, റേസ് ടു പവർ എത്രയായിരുന്നുവോ അതിനേക്കാൾ 1 കുറച്ച് എഴുതുക. അവിടെ n ആയിരുന്നു, n-1 എന്ന് എഴുതുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, y ഈസ് ഈക്വൽ ടു k × x⁻n എന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് dy/dx, അതാണ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x, ഈക്വൽ ടു എന്തായിരിക്കും? k × n × x⁻n-1. അപ്പോൾ ഇത് നിങ്ങൾ ജനറലായി അങ്ങനെ കാണാതെ പഠിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് കാണാം, കമ്പയർ ചെയ്യാം. നമുക്ക് വൈയുടെ സ്ഥാനത്ത് x ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് t ആണ്, അങ്ങനെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഡെറിവേറ്റീവ് എന്ത് കിട്ടും? ആദ്യം നമുക്ക് dy/dx എന്ന് എഴുതിയ, കാരണം എന്താണ്? എക്സ് മാറുമ്പോൾ വൈക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, ഇവിടെയോ ടൈം മാറുമ്പോൾ എസിനുണ്ടാകുന്ന ചേഞ്ച് എന്ന അർത്ഥത്തിൽ dx/dt ഈക്വൽ ടു എന്താണ് റൂള് പറഞ്ഞത്? ഇക്വേഷനിൽ വേരിയബിളിന്റെ മുന്നിലുള്ള കോയിഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുക. ഉണ്ട്, കെയുടെ സ്ഥാനത്ത് ഇവിടെ 3 ആണുള്ളത്, 3 എന്നെഴുതി, ഇൻറ്റു അടുത്തെന്താണ്? ആ വേരിയബിളിന്റെ പവറായി വരുന്ന സംഖ്യ ഏതോ അത് എഴുതണം എന്നാ. എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ് വന്നത്, സോ ഇൻറ്റു 2, അപ്പോൾ 3 × 2. ദെൻ വേരിയബിൾ എഴുതി, വേരിയബിൾ ഏതാണ്? ടി ആണ്, റേസ് ടു പവർ എത്രയായിരുന്നുവോ അതിനേക്കാൾ 1 കുറച്ച് എഴുതുക, 2 ആയിരുന്നു, സോ 2-1, 3 × 2 × t⁻2-1. സിംപ്ലിഫൈ എന്ത് കിട്ടും? 3 × 2 6, t⁻1, t⁻1 ഈസ് ജസ്റ്റ് t, ദാറ്റ് ഈസ് 6t എന്ന് കിട്ടുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കൂ, dx/dt t ഈക്വൽ ടു 6t എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കിട്ടിയത് ഓബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെന്ന്. നോക്കൂ നിങ്ങൾ ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റ് സൈഡിൽ എന്താ വന്നിരിക്കുന്നത്? dx/dt. വാട്ട് ഈസ് ds?
ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. വാട്ട് ഈസ് ഡി ടി? എ വെരി വെരി ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. അപ്പോൾ ഡി ടി എന്ന വളരെ കുറഞ്ഞ ടൈം ഇൻ്റർവെലിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡി എസ് എന്നുള്ളത് കൊണ്ട് ഈ ഇക്വേഷൻ്റെ എൽ എച്ച് എസ് വെലോസിറ്റിയാണ്. അഥവാ ഈ കിട്ടിയിരിക്കുന്ന 60 എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞിരുന്നത്? ഇതുപയോഗിച്ച് നമുക്ക് ഈ വസ്തുവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാനാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കാണാനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. x is equal to 3t². അതായത് അതിൽ ടിയുടെ വാല്യൂ കൊടുത്താൽ നമുക്ക് ഓരോ സമയത്തും അതിൻ്റെ പൊസിഷൻ കിട്ടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 6t. ആ ടിക്ക് വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതാത് സമയത്ത് വെലോസിറ്റി കിട്ടും. പുട്ട് ടി ഈക്വൽ ടു 0, വി ഈസ് ഈക്വൽ ടു 6 × 0. അതിൻ്റെ അർത്ഥം എന്താ? ഇനിഷ്യലി ഇതിൻ്റെ വെലോസിറ്റി 0 ആയിരുന്നു. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ 3-ാം സെക്കൻഡിലെ വെലോസിറ്റി കാണണം. എന്ത് ചെയ്താൽ മതി? വെലോസിറ്റിയുടെ ഇക്വേഷനായ 6t എന്ന ഇക്വേഷനിൽ ടിക്ക് 3 എന്ന് കൊടുക്കുക. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 6 × 3 18 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കൂ, എത്ര എളുപ്പത്തിലാണ് ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണക്കാക്കാൻ കഴിഞ്ഞത് നോക്കൂ. ഗ്രാഫ് ഉപയോഗിച്ചോ ഇക്വേഷൻ ഉപയോഗിച്ചോ ഇതാണ് കണ്ടിരുന്നതെങ്കിൽ ഇത്രമാത്രം കൃത്യതയോടെ കിട്ടുമായിരുന്നില്ലെന്ന് മാത്രമല്ല, എത്രയോ സ്ട്രെയിൻ എടുത്ത് എത്രയോ കാൽക്കുലേഷൻ നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടുക. ഇത്രയും കൃത്യതയോടെ കിട്ടുകയുമില്ല. ഇതാണ് മാത്തമാറ്റിക്സിൻ്റെ മാജിക് എന്ന് പറയുന്നത്. അഥവാ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാം. ഇനി തുടർന്ന് വരുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് വെലോസിറ്റി മാത്രമല്ല, നമുക്ക് ഇതുപോലെ ആക്സിലറേഷനൊക്കെ കാണാവുന്നതാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ നാം ഇതുവരെ മനസ്സിലാക്കിയ കാര്യം ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുക. y ഈസ് ഈക്വൽ ടു k × x⁻n എന്ന ഒരു ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് dy/dx ഈസ് ഈക്വൽ ടു k × n × x⁻n−1 എന്ന് ജനറലായി എഴുതാം. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം, അങ്ങനെ തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ ലഭിക്കുന്ന ഡെറിവേറ്റീവ് ആ വസ്തുവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിരിക്കും. ഇനി ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഒരു ഓബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ന്യൂമറിക്കലി ഈക്വൽ ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. ഓബ്ജക്റ്റ് ഒരേ ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണോ അത് തന്നെയായിരിക്കും ആവറേജ് സ്പീഡുമായി കിട്ടുക. ന്യൂമറിക്കലി അത് ഈക്വൽ ആയിരിക്കും. അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ദിശ മാറിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആവറേജ് വെലോസിറ്റി വിൽ ബി ന്യൂമറിക്കലി ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്പീഡ്. എന്നാൽ ഏതൊരു ഓബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളവും അത് യൂണിഫോം മോഷനിലാകട്ടെ നോൺ യൂണിഫോം മോഷനിലാകട്ടെ, ഒരേ ദിശയിൽ സഞ്ചരിക്കട്ടെ വ്യത്യസ്ത ദിശയിൽ സഞ്ചരിക്കട്ടെ, അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിനി മുതൽ ഒരു ഇക്വേഷൻ ലഭിച്ചാൽ, പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ലഭിച്ചാൽ വളരെ എളുപ്പത്തിൽ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കണക്കാക്കാൻ കഴിയും. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി ചെയ്തിരിക്കുന്നത് നോക്കൂ. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട്സ് അറ്റ് t = 0 ആൻഡ് t = 2 ഹൂസ് ഇക്വേഷൻ ഈസ് x = t² + 4t. ഇക്വേഷൻ തന്നിട്ടുണ്ട്. രണ്ട് സന്ദർഭങ്ങളിലെ വെലോസിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഇക്വേഷൻ റൈറ്റ് സൈഡിൽ രണ്ട് ടേംസ് ഉണ്ട്. t² എന്നൊരു ടേം ഉണ്ട്, 4t എന്ന രണ്ട് പദങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ രണ്ട് പദങ്ങളുടെയും ഡെറിവേറ്റീവ് എടുത്ത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കൂ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. v ഈസ് ഈക്വൽ ടു അഥവാ dx/dt ഈക്വൽ ടു ഒന്നാമത്തെ ടേമിൻ്റെ ഡെറിവേറ്റീവ് എഴുതുകയാണ്. അവിടെ നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്തുള്ള ഉദാഹരണത്തിലേതുപോലെ കോഎഫിഷ്യൻ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. കെയുടെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എഴുതേണ്ടതില്ല. അപ്പോൾ എന്തെഴുതി? n സ്ഥാനത്ത് 2 ആയതുകൊണ്ട് 2 × t⁻² വേരിയബിൾ t ആണ് n-1, അതായത് 2 - 1. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. പ്ലസ് അടുത്ത ടേമിലോ 4t ആണ്, അതായത് 4t⁻1. അവിടെ
കോഎഫിഷ്യൻ്റായി 4 ഉണ്ട്, കെ ഉണ്ട്, അപ്പോൾ 4 എഴുതി ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ 4 ഇൻറ്റു 1 ഇൻറ്റു ടി റേസ് ടു n മൈനസ് 1 ദാറ്റ് ഈസ് 1 മൈനസ് 1 ഈക്വൽ ടു 4 ഇൻറ്റു 1 4 ടി റേസ് ടു 0. നമുക്കറിയാം ടി റേസ് ടു 0 ഏതൊരു സംഖ്യയുടെ പവർ 0 ആയാൽ അതിൻ്റെ വാല്യൂ 1 ആണല്ലോ. 2 റേസ് ടു 0 1, എക്സ് റേസ് ടു 0 1. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 1 ഇൻറ്റു ടി റേസ് ടു 0 ദാറ്റ് ഈസ് അത് 4 എന്നാണ് കിട്ടുക. അപ്പോൾ മുഴുവൻ എഴുതുന്നത് കിട്ടും. ആദ്യ ടേമിൽ 2t ബാക്കിയുണ്ട്, രണ്ടാമത്തെ ടേമിൽ 4ഉമാണ് ബാക്കിയുള്ളത്. അപ്പോൾ 2t plus 4. എന്താണ് ഈ 2t plus 4? എന്ന ഇക്വേഷൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് 2t plus 4. നമ്മളോട് എന്താ പറഞ്ഞത്? 0th സെക്കൻഡിലെ വെലോസിറ്റി കാണാനും 2th സെക്കൻഡിലെ വെലോസിറ്റി കാണാനുമാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ടിയുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ വി ഓഫ് 0 ഈക്വൽ ടു 2 ഇൻറ്റു 0 പ്ലസ് 4, 0 പ്ലസ് 4 ഈക്വൽ ടു 4. ഇനി രണ്ടാം സെക്കൻഡിലെ വെലോസിറ്റി കാണാൻ ടിക്ക് 2 എന്ന് കൊടുക്കുക. വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ടിയുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 2 into 2 plus 4 equal to 4 plus 4 equal to 8 meter per second. ഒരു 2-3 എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അവ്യക്തതയും നിങ്ങൾക്ക് തീരുള്ളൂ എന്ന് എനിക്കറിയാം. തൽക്കാലം അതിന് സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. ഏതായാലും നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടരുത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ തുടർച്ചയായി തന്നെ ഇതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങളോടെ പറഞ്ഞ്, പുതുതായി കാര്യങ്ങളൊന്നും പറയാനില്ല, ഇത് തന്നെ വരാൻ സാധ്യതയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ സമയം അധികരിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇനി പറയുന്നില്ല. തൽക്കാലം ക്ലാസ് നിർത്തുന്നു. ക്ലാസിൻ്റെ സംക്ഷിപ്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കുറിച്ച് വയ്ക്കുക.